നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് 15-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം തിരുത്തി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന സംശയമാണ് താൻ ഇന്നലെ പങ്കുവച്ചത് എന്നാണ് മന്ത്രിയുടെ മലക്കം മറിച്ചിൽ. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ UDF പ്രതിഷേധം തുടരുകയാണ്. പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം. അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അടിവരയിട്ട് പറയുന്ന ഭാഗമാണ് ഇത്. ഈ പ്രസ്താവനയാണ് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്. മന്ത്രിക്കെതിരെ വലിയ വിമർശനവും ഉയർന്നു. വിവാദ പ്രസ്താവനയിൽ നിന്ന് ഇന്ന് മന്ത്രി പിന്മാറി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് മാധ്യമങ്ങളെ മന്ത്രി പഴിചാരി. പുതിയ വാദം ഇങ്ങനെ: അതിനെങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്തരമൊരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെ, ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8-ക്കോ 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്? ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ. മന്ത്രിയുടെ ആരോപണത്തെ ഏറ്റുപിടിച്ച CPIM നേതാക്കൾ ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് സൂചന. ഇത് UDF രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്താൽ ഞങ്ങളും പാർട്ടി എന്നുള്ള രാഷ്ട്രീയമാരെ തന്നെ കാര്യങ്ങൾ കാണും. കൂടുതൽ അന്വേഷണത്തിന് ശേഷം നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇയാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നാട്ടുകാരെ പറയുന്നത് സ്ഥിരമായിട്ട് ഈ ജാതി പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇന്നും UDF നേതാക്കൾ രംഗത്തെത്തി. ഇന്നിപ്പോ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. മാറ്റി പറഞ്ഞാൽ നന്നായി, ഇത്രേ കൊള്ളാം. പിൻവലിച്ചു മാപ്പ് പറയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം. മന്ത്രിയുടെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണത്തിൽ LDF നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 24.